പ്രപഞ്ചവിശ്വാസികളെ, യൂണിവേഴ്സ് മെസ്സേജിന്റെ പുതിയ ഒരു സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ചം അനന്തമായ ഊർജത്തിന്റെ സ്രോതസ്സാണ്. മനുഷ്യൻ ആ ഊർജത്തിന്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും പലപ്പോഴും ഭൗതിക ലോകത്തെ തിരക്കുകൾക്കിടയിൽ സ്വന്തം ഉള്ളിലെ ആ വലിയ ശക്തിയെ നാം തിരിച്ചറിയാതെ പോകുന്നു. 11-11 എന്നത് ജ്യോതിശാസ്ത്രപരമായും സംഖ്യാശാസ്ത്രപരമായും പ്രപഞ്ചത്തിലെ വാതിലുകൾ തുറക്കപ്പെടുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് അതിവേഗം ഫലം ലഭിക്കുന്ന ഒരു സവിശേഷ സമയമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് നടത്തുന്ന ധ്യാനം കേവലം ഒരു മനഃശാസ്ത്ര വ്യായാമമല്ല, മറിച്ച് നമ്മുടെ ഉപബോധമനസ്സിനെ പ്രപഞ്ചത്തിന്റെ ആവൃത്തിയിലേക്ക് ട്യൂൺ ചെയ്യുന്ന പ്രക്രിയയാണ്. ധ്യാനത്തിനുള്ള ഒരുക്കം. ശരീരവും മനസ്സും ഒന്നാകുന്നു. ഏതൊരു മാറ്റവും തുടങ്ങുന്നത് ശരീരത്തിന്റെ ശാന്തതയിൽ നിന്നാണ്. ധ്യാനത്തിനായി ഇരിക്കുമ്പോൾ നാം ആദ്യം ചെയ്യുന്നത് ബാഹ്യമായ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പിന്തിരിയുകയാണ്. ആഴത്തിലുള്ള ശ്വസനം കേവലം ഓക്സിജൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും വർത്തമാന നിമിഷത്തിൽ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും ഊർജമായും പുറത്തേക്ക് വിടുന്ന ശ്വാസം ഉള്ളിലെ അസ്വസ്ഥതകളായും സങ്കൽപ്പിക്കുമ്പോൾ മനസ്സ് ഒരു ശുദ്ധമായ ക്യാനവാസ് പോലെ മാറുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന് വാക്കുകളേക്കാൾ വേഗത്തിൽ ചിത്രങ്ങളെയും അനുഭവങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കും. ധ്യാനത്തിനിടയിൽ വെളുത്ത മണൽ വിരിച്ച ശാന്തമായ ഒരു പ്രദേശം സങ്കൽപ്പിക്കുന്നത് മനസ്സിലെ നെഗറ്റീവ് നോയ്സ് കുറയ്ക്കാനാണ്. അരളിയുടെയോ മറ്റു പൂക്കളുടെയോ സുഗന്ധം അനുഭവിക്കുന്നതും കാറ്റിന്റെ തണുപ്പ് തൊട്ടറിയുന്നതും വഴി പഞ്ചേന്ദ്രിയങ്ങളെയും ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഘട്ടത്തിൽ മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമാവുകയും അവിടെ നാം നടത്തുന്ന ഏതൊരു കൽപ്പനയും ഉപബോധ മനസ്സ് സത്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ നിന്ന് സുവർണ നിറത്തിലുള്ള പ്രകാശകിരണങ്ങൾ ശരീരത്തിലേക്ക് പതിക്കുന്നത് സങ്കൽപ്പിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു രീതിയാണ്. ഈ സുവർണ പ്രകാശം ശരീരത്തിലെ ഓരോ കോശത്തിലും വ്യാപിക്കുമ്പോൾ ഉള്ളിലെ ഭയം, അലസത, രോഗാവസ്ഥ എന്നിവ നീക്കം ചെയ്യപ്പെടുകയും പകരം പ്രകാശവും ചൈതന്യവും നിറയുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിനു ചുറ്റുമുള്ള ഊർജമണ്ഡലം അഥവാ ഓറ കൂടുതൽ ശക്തമാകാൻ ഇത് സഹായിക്കുന്നു. ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പോസിറ്റീവായ ദൃഢപ്രസ്താവനകളാണ്. എന്റെ ഉള്ളിലെ ശക്തിയെ ഞാൻ ഉണർത്തുന്നു, എന്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നിങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. താൻ ഒറ്റയ്ക്കല്ലെന്നും പ്രപഞ്ചം കൂടെയുണ്ടെന്നുമുള്ള തോന്നൽ ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ കരുത്തു നൽകുന്നു. ഇതുവരെ ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് കൂടുതൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. നന്ദിയുള്ള ഒരു മനസ്സിനു മാത്രമേ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ഏറ്റുവാങ്ങാൻ കഴിയൂ. ധ്യാനമെന്നത് കേവലം കണ്ണടച്ചിരിക്കുന്ന 10 മിനിറ്റല്ല, മറിച്ച് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതമായി മാറുന്നു. 11-11 പോർട്ടൽ ധ്യാനത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളുമായി യോജിപ്പിക്കുക എന്നതാണ്. ധ്യാനം പൂർത്തിയാക്കി കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പുതിയ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഈ അനന്തമായ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. പ്രപഞ്ചത്തോടുള്ള നന്ദിയും കോമന്റായി അറിയിക്കുക.